അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1344, സൂറത്ത് യൂനുസ് 75 മുതൽ 82 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بعثنا من بعدهم موسى وهارون إلى فرعون وملئه بآياتنا فاستكبروا وكانوا قوما مجرمين. فلما جاءهم الحق من عندنا قالوا إن هذا لسحر مبين. قال موسى أتقولون للحق لما جاءكم وسحر هذا ولا يفلح الساحرون. قالوا وجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكم الكبرياء في الأرض وما نحن لكما بمؤمنين. وقال فرعون ائتوني بكل ساحر عليم. فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون. فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ثم بعثنا من بعدهم. പിന്നീട് ആ പ്രവാചകന്മാർക്കു ശേഷം നാം നിയോഗിച്ചു മൂസ വ ഹാറൂന, മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും നിയോഗിച്ചു. ഇലാ ഫിർഔന വ മലഇഹി, ഫറോവയിലേക്കും അവന്റെ ആളുകളിലേക്കും. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചു. ഫസ്തക്ബറു, അങ്ങനെ അവർ അഹങ്കരിച്ചു. വകാനു ഖൗമൻ മുജ്രിമീൻ, അവർ ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു. ഫലമ്മ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്തുനിന്നുള്ള സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ ഖാലു, അവർ പറഞ്ഞു ഇന്ന ഹാദാ ലസിഹ്റും മുബീൻ, നിശ്ചയം ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു എന്ന്. ഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു അതഖൂലൂന ലിൽ ഹഖ്ഖി, സത്യമായൊരു കാര്യത്തെ സംബന്ധിച്ചാണോ നിങ്ങൾ ജാലവിദ്യ എന്ന് പറയുന്നത്? ലമ്മാ ജാഅക്കും, അത് നിങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ. അസിഹ്റുൻ ഹാദാ, ഇത് ജാലവിദ്യയാണോ? വലാ യുഫ്ലിഹു സാഹിറൂൻ, ജാലവിദ്യക്കാരായിട്ടുള്ള ആളുകൾ വിജയിക്കുകയില്ല എന്നിരിക്കെ ഇത് ജാലവിദ്യയാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരിക്കലും ശരിയല്ല. ഖാലു, അവർ പറഞ്ഞു അജിഅ്തന, മൂസാ നബിയെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നത് ലിതൽഫിതന അമ്മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കൾ ഏതൊരാശയത്തിലായിട്ടാണോ ഞങ്ങൾ അവരെ എത്തിച്ചത് അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാനാണോ? വതകൂന ലക്കുമൽ കിബ്രിയാഉ ഫിൽ അർളി, ഭൂമിയിലെ അധികാരവും മേധാവിത്വവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആകാനുമാണോ നിങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്? വമാ നഹനു ലക്കുമാ ബിമുഅ്മിനീൻ, ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും വിശ്വസിക്കുകയില്ല തന്നെ എന്നവർ പറഞ്ഞു. വഖാല ഫിർഔനു, ഫറോവ പറഞ്ഞു യഅ്തൂനി, എനിക്ക് നിങ്ങൾ കൊണ്ടുവരൂ ബികുല്ലി സാഹിരിൻ അലീം, വിവരസ്ഥന്മാരായ എല്ലാ ജാലവിദ്യക്കാരെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഫലമ്മാ ജാഅ സഹറത്തു, അങ്ങനെ ജാലവിദ്യക്കാർ വന്നപ്പോൾ ഖാല ലഹും മൂസ, മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു അൽഖൂ മാ അൻതും മുൽഖൂൻ, നിങ്ങൾക്ക് ഇടാനുള്ളത് എന്താണെങ്കിൽ നിങ്ങൾ അത് ഇടുക, അതായത് നിങ്ങളുടെ പ്രകടനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുക എന്നർത്ഥം. ഫലമ്മ അൽഖൗ, അങ്ങനെ അവർ അവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ നിലത്തിട്ടപ്പോൾ ഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു മാജിഅ്തും ബിഹി സിഹർ, നിങ്ങൾ കൊണ്ടുവന്നത് സിഹറാണ്, ജാലവിദ്യയാണ്. ഇന്നല്ലാഹ സയുബ്തിലുഹു, നിശ്ചയം അല്ലാഹു അതിനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നാക്കുകയില്ല. വയുഹിഖുല്ലാഹുൽ ഹഖ്ഖ ബികലിമാതിഹി, അല്ലാഹു അവന്റെ വാക്യങ്ങൾ മുഖേന സത്യത്തെ സ്ഥിരീകരിക്കും. വലൗ കരിഹൽ മുജ്രിമൂൻ, ധിക്കാരികൾക്കത് വെറുപ്പാണെങ്കിലും ശരി എന്നും മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ രേഖപ്പെടുത്തിയത് മൂസാ നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചതും
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത നിഷേധികളായപ്പോൾ അവരെ തൂഫാൻ ജലപ്രളയത്തിലൂടെ നശിപ്പിച്ചതും അതിനുശേഷം ധാരാളം നബിമാരെ ലോകത്തേക്ക് നിയോഗിച്ചുവെന്നും അവരുടെ കാലഘട്ടത്തിലും പക്ഷേ ജനങ്ങൾ നൂഹ് നബിന്റെ കാലത്തുണ്ടായതുപോലത്തെ ധിക്കാരങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ദുരന്തമുണ്ടായെന്നുമാണ്. അങ്ങനെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹു ശക്തമായിട്ടുള്ള ശിക്ഷ നൽകിയെന്നുമാണ് നേരത്തെ വിശദീകരിച്ചത്. പൊതുവിൽ പ്രവാചകന്മാരെ നൂഹ് നബിക്ക് ശേഷം അയച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചിലരുടെ ചരിത്രം പ്രത്യേകം എടുത്തു പറയുകയാണ്. അതിലൊന്നാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എതിരിട്ട ഫറോവയും അവന്റെ ആളുകളും അതിശക്തന്മാരായിരുന്നു. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പ്രബോധകന്മാർക്ക് കൃത്യമായി പഠിക്കാനും അതേപോലെ ജനങ്ങൾക്ക് സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാൻ പ്രചോദനമാകുന്ന ഒട്ടനവധി ഗുണപാഠങ്ങൾ ഈ ചരിത്രത്തിൽ എമ്പാടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പലയിടത്തും ഫറോവയുമായി ബന്ധപ്പെട്ടുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നു കാണാം. മഹാനായ അബൂ സഊദ് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ലമ്മ അശാറ ഇജ്മാലൻ ഇലാ അഖ്ബാരി റസൂലി മിൻ ബഅദി നൂഹിൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ച ചരിത്രം മൊത്തത്തിൽ അല്ലാഹു കഴിഞ്ഞ സൂക്തത്തിൽ വിശദീകരിച്ചപ്പോൾ, അതിന്റെ മുമ്പത്തെ സൂക്തത്തിൽ 74ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി റുസുലൻ ഇലാ ഖൗമിഹിം, ദൂതന്മാരെ അവരുടെ ജനങ്ങളിലേക്ക് നിയോഗിച്ചു എന്ന് മൊത്തത്തിൽ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന് ശേഷം ഖസ്സഹുനാ ബിദ്ദിക്രി ബിഅസത മൂസാ വ ഹാറൂൻ, മൂസാ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും നിയോഗത്തെ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഇവിടെ. ഈദാനുൻ ബിഖത്രി ശഅനിൽ ഖിസ്സ വഇളമി വഖഅഹ കമാ ഫീ നബഇ നൂഹ് അലൈഹി ഇസ്ലാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ളതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫറോവയും അവന്റെ ആളുകളുമൊത്തുമുള്ള ചരിത്രത്തിന്റെ ഗൌരവവും അതിന്റെ അപകടവും അതിലടങ്ങിയിട്ടുള്ള ഗുണപാഠങ്ങളും പ്രത്യേകം ഉണർത്താൻ വേണ്ടിയാണ് അതിനെ പൊതുവിൽ പ്രവാചകന്മാരെ അയച്ചു എന്ന പൊതുവായ പ്രഖ്യാപനത്തിന് ശേഷം പ്രത്യേകമായി അല്ലാഹു തആല പറഞ്ഞത് എന്ന് മഹാനായ അബൂ സഊദ് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഇവിടെ സുമ്മ ബഅസ്നാ മിൻ ബഅദിഹിം, അവരുടെ ശേഷം അഥവാ പൊതുവായി പ്രവാചകന്മാരെ നിയോഗിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രവാചകന്മാർക്ക് ശേഷം നാം നിയോഗിച്ചു മൂസാ വ ഹാറൂന, മൂസാ നബിയെയും ഫറോവയെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും നാം നിയോഗിച്ചു ഇലാ ഫിർഔന വ മലഇഹി, ഫറോവയിലേക്കും അവന്റെ ജനതയിലേക്കും. മലഅ് എന്ന് പറഞ്ഞാൽ ഓരോ സമൂഹത്തിലെയും ശ്രേഷ്ഠന്മാരും അവരുടെ നേതൃത്വവുമാണ് ഉദ്ദേശം സാധാരണഗതിയിൽ. പക്ഷെ നേതാക്കളിലേക്ക് മാത്രമല്ലല്ലോ, അനുയായികളിലേക്കും കൂടി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചത്. തഫ്സീർ ജലാലൈനിയിൽ അവിടെ നമുക്ക് കാണാം മലഇഹി എന്ന് പറഞ്ഞാൽ ഖൗമിഹി, ഫറോവയുടെ ആളുകളിലേക്ക്, ജനതയിലേക്ക് എന്ന്. അപ്പൊ ജനത എന്ന പൊതുവായ അർത്ഥത്തിലാണ് മലഅ് ഇവിടെ പ്രയോഗിച്ചത് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം മലഅ് എന്ന് പറഞ്ഞാൽ അഷ്റാഫ് എന്ന് തന്നെ, അഥവാ നേതാക്കന്മാര് തന്നെ. അവരുടെ ആദരവും അവർക്ക് ജനങ്ങളിലുള്ള ആദരവും ബഹുമാനവും അവരെന്തു പറഞ്ഞാലും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നേതാക്കൾ വിശ്വസിച്ചാൽ അനുയായികൾ വിശ്വസിക്കും, നേതാക്കൾ നിഷേധിച്ചാൽ അനുയായികളും നിഷേധിക്കും. അതുകൊണ്ട് നേതൃത്വത്തെ മാത്രം പറഞ്ഞു നിർത്തിയത് അനുയായികളിലേക്ക് പ്രവാചകന്മാരെ അയച്ചില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നേതാക്കളുടെ നിലപാടായിരിക്കും അനുയായികളും എടുക്കുന്നത് എന്നതുകൊണ്ട് അവരെ മാത്രം പറഞ്ഞു ചുരുക്കിയതാണ് എന്ന വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം സാവി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഏതായാലും ഫറോവയിലേക്കും അവന്റെ ആളുകളിലേക്കും നാം മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും നിയോഗിച്ചു. ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചു. ദൃഷ്ടാന്തങ്ങളുമായി, തെളിവുകളുമായിട്ട്. ധാരാളം തെളിവുകളുണ്ട്. 9 പ്രത്യേകമായിട്ടുള്ള രേഖകൾ, തെളിവുകൾ ബഹുമാനപ്പെട്ട ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നത് കാണാം, വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത്ത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാം 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയെന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 101ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാം 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയെന്ന്. അവിടുത്തെ വടി, അതേപോലെ തന്നെ കയ്യ് കക്ഷത്തിലേക്ക് എടുത്തു വെച്ചാൽ ഉണ്ടാകുന്ന പ്രകാശം, അതുപോലെ തന്നെ വരൾച്ച കൊണ്ടുള്ള പരീക്ഷണം, പ്രളയം കൊണ്ടുള്ള പരീക്ഷണം, വെട്ടുകിളി ശല്യം കൊണ്ടുള്ള പരീക്ഷണം, പേൻ ശല്യം കൊണ്ടുള്ള പരീക്ഷണം, തവള ശല്യം കൊണ്ടുള്ള പരീക്ഷണം, രക്തം കൊണ്ടുള്ള പരീക്ഷണം, സാമ്പത്തിക നഷ്ടം കൊണ്ടുള്ള പരീക്ഷണം. ഇതാണ് 9 ദൃഷ്ടാന്തങ്ങൾ.
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ എതിർക്കുമ്പോൾ അവർക്ക് അല്ലാഹു തആല ഓരോ ഘട്ടങ്ങളിലായി ഇതുപോലുള്ള ഓരോ പരീക്ഷണങ്ങൾ നൽകുകയും ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വീണ്ടും വിശ്വാസത്തിലേക്ക് വരാമെന്ന കണക്കൂട്ടൽ അവരെടുക്കുകയും പക്ഷേ രക്ഷപ്പെടുമ്പോൾ വീണ്ടും നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറുന്ന ശൈലിയിലേക്ക് അവർ നീങ്ങുകയും ചെയ്ത സംഭവങ്ങൾ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അവരിലേക്ക് നാം നിയോഗിച്ചത് ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായാണ്, അഥവാ 9 തെളിവുകളുമായാണ് നിയോഗിച്ചത്. ഫസ്തക്ബറു എന്നിട്ട് അവർ അതിനെ നിഷേധിച്ചു. അവർ അഹങ്കാരികളായിച്ചാൽ അത് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. വകാനു ഖൗമൻ മുജ്രിമീൻ അവർ ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു. തെളിവുകൾ കണ്ടിട്ടും രേഖകൾ മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും തയ്യാറാവാതിരിക്കുക എന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദുസ്വഭാവമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഫലമ്മ ജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇൻദിനാ നമ്മുടെ ഭാഗത്തുനിന്നുള്ള സത്യം അവർക്ക് വന്നപ്പോൾ ഖാലു അവർ പറഞ്ഞു ഇന്ന ഹാദാ ലസിഹ്റും മുബീൻ ഇത് വ്യക്തമായ ആഭിചാര പ്രവർത്തനമാകുന്നു, ജാലവിദ്യയാകുന്നു എന്ന്. ഖാല മൂസ ജാലവിദ്യയാണെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന മുഅ്ജിസത്തിനെ സംബന്ധിച്ച് അവർ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചു അതഖൂലൂന ലിൽ ഹഖ്ഖി സത്യമായൊരു സംഗതിയെ സംബന്ധിച്ചാണോ നിങ്ങൾ പറയുന്നത് ലമ്മാ ജാഅക്കും ആ സത്യം നിങ്ങൾക്ക് വന്നു കിട്ടിയപ്പോൾ അത് സിഹറാണ് എന്ന്? ഒരു സത്യസന്ധമായി സിഹർ എന്ന് പറഞ്ഞാൽ എന്താ? അത് മനുഷ്യനെ ഇടങ്ങാറാക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെ. പക്ഷെ ആ സംഗതി ഒരുതരം ഉഡായിപ്പാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇടങ്ങാറുണ്ടാക്കാൻ പറ്റും, ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ തന്നെ അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് സത്യമാണ്. മുഅ്ജിസത്തും സിഹറും രണ്ടും പുറമേ നോക്കുമ്പോൾ അത്ഭുതങ്ങളായിട്ട് നമുക്ക് കാണാം. അതേപോലെ കറാമത്തും അങ്ങനെ തന്നെ അത്ഭുതമാണ്. മുഅ്ജിസത്തും കറാമത്തും സിഹറും മൂന്നും അത്ഭുതങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത സംഗതികൾ തന്നെയാണ്. പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഅ്ജിസത്തും കറാമത്തും എന്ന് പറയുന്നത് അതിന് യാഥാർത്ഥ്യവുമായിട്ടാണ് അതിന് ബന്ധം. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ സാധിക്കില്ല. സിഹർ എന്നത് താൽക്കാലികമായ ചില ചെപ്പടി വിദ്യകളാണ്. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്തുമായി ഏറ്റുമുട്ടിയാൽ, കറാമത്തുമായി ഏറ്റുമുട്ടിയാൽ സിഹർ തകർന്ന് തരിപ്പണമാകും. അതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിലും കാണാവുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സാഹചര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് പിന്നീട് എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. അവർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടേത് ഉഡായിപ്പാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റേത് റിയാലിറ്റിയാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് അവർ സമ്മതിച്ചതും വിശ്വസിച്ചതും. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ആ സത്യത്തെ സംബന്ധിച്ച് നിങ്ങൾ അത് സിഹറാണെന്ന് പറയുകയാണോ? അസിഹറുൻ ഹാദ? എന്നിട്ട് മൂസാ നബി ചോദിക്കുക ഇത് സിഹറാണോ? ഒരിക്കലും ഇത് സിഹറല്ല. വലാ യുഫ്ലിഹു സാഹിറൂൻ സാഹിര്യങ്ങൾ സിഹർ ചെയ്യുന്നവർ വിജയിക്കുകയുമില്ല ആത്യന്തികമായി. എന്നാൽ സാഹിര്യങ്ങളും മൂസാ നബിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം വിജയശ്രീലാളിതനായില്ലേ? അതുകൊണ്ട് തന്നെ ഇത് സിഹറാണെന്ന നിങ്ങളുടെ ഈ ജൽപ്പനം അത് സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്നർത്ഥം എന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ സ്ഥിരീകരിക്കുന്നത്. ഖാലു അവർ പറഞ്ഞു, ഇതിന് മറുപടി പറയാൻ അവരെ കൊണ്ട് സാധ്യമല്ല, ഉത്തരം മുട്ടി അവർക്ക്. എന്നിട്ടും അവർ പറയാണ് അജിത്തന മൂസാ നബിയെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നതിൽ തെൽഫിത്തന അമ്മ വജദ്ന അലൈഹി ആബാഅന ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരാശയത്തിലാണോ എത്തിച്ചത് അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാനാണോ? ഞങ്ങൾ ബിംബാരാധനയിലാണ് ഞങ്ങളത് പിതാക്കന്മാരെ കണ്ടത്. ആ ബിംബാരാധനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളെ തീരുമാനം. അതിൽ നിന്ന് ഞങ്ങളെ മാറ്റാനാണോ നിങ്ങളെ വരവ്? തെക്കൂന ലക്കുമൽ കിബിരിയാവു ഫിൽ അർളി മിസ്റിലെ അധികാരം, മിസ്റിലെ മേധാവിത്വം, മിസ്റിലെ നേതൃത്വ പദവി ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആകാനുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി ഞങ്ങളെ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനുള്ള വരവാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ മാനഹലുക്കുമാബി മുഅ്മിനീൻ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിക്കുന്നവരേ അല്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയുമില്ല എന്നവർ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. സത്യത്തെ സംബന്ധിച്ച് അവർ കൊഞ്ഞനം കുത്തിക്കൊണ്ടത് സിഹറാണ് എന്നവർ പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നവർ പറഞ്ഞു. വഖാല ഫിർഔനു എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി ഇസ്ലാം അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ഫറോവയെ നേരിട്ടപ്പോൾ അതിനൊരു മറുപടി എന്നോണം അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ തന്നെ അതിന് മറുമരുന്ന രൂപത്തിൽ രംഗത്തിറക്കാൻ ഫറോവ തീരുമാനിച്ചു. അങ്ങനെ വഖാല ഫിർഔനു ഫിർഔൻ പറഞ്ഞു യഅ്തൂനി തന്റെ ആൾക്കാരോട് പറയാണ് നിങ്ങൾ എനിക്ക് കൊണ്ടുവരൂ ബികുല്ലി സാഹിരിൻ അലീം വിവരസ്ഥന്മാരായ എല്ലാ ജാലവിദ്യക്കാരെയും കൊണ്ടുവരൂ. ധാരാളം സാഹിര്യങ്ങൾ
അരങ്ങ് വാഴുന്ന സമയമാണത്. അതുകൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരൂ, വിവരസ്ഥന്മാരായ ആരംഗത്ത് പ്രാവീണ്യം നേടിയിട്ടുള്ളവരെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. ചരിത്രം അത് ഖുർആൻ പലയിടത്തും വിശദമായി പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമും അവരും തമ്മിൽ എന്ത് ചെയ്തു? സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിച്ചു. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നമുക്ക് ഒത്തുകൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തുകൂടാൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് അവർ വന്നു. വന്നിട്ട് പരിപാടിയിടാന്ന് ഫലമ്മാ ജാ സഹറത്തു, സാഹചര്യങ്ങൾ വന്നപ്പോൾ ഖാല ലഹും മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, അൽഖൂമാ അൻതും മുൽഖൂൻ, നിങ്ങൾ ഇടുന്നത് എന്താണെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ എന്ന്. അതായത് അവര് വടിയുടെ കഷ്ണങ്ങളും അതേപോലെ കയറിന്റെ കഷ്ണങ്ങളും അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുമായി വന്നവരവരുടെ പെർഫോമൻസ് അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവർ ചോദിക്കാണ്, ആരാണ് ആദ്യം പരിപാടി അവതരിപ്പിക്കുന്നത് എന്ന്, ആരാണ് തുടങ്ങുന്നതെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെ അവരോട് പറഞ്ഞു, ബൽ അൻതും മുൽഖൂൻ, നിങ്ങൾ തന്നെ ആവട്ടെ ആദ്യം തുടങ്ങുന്നവരെന്ന്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സമ്മതം ചോദിച്ച് അനുവാദം ചോദിച്ച് അവർ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എതിർക്കുന്നതിനടക്കും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കാനും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിക്കാനും അവർ സമയം കണ്ടെത്തി. ആ ബഹുമാനിച്ചതിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് ഈമാനും വിശ്വാസവും നൽകിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ആദരവുള്ള ആളുകളെ, ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമീപനം നമ്മെ വിജയത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുകയും അതേസമയത്ത് ആദരിക്കേണ്ടവരെയും ബഹുമാനിക്കേണ്ടവരെയും അനാദരിക്കുന്ന ശൈലിയും സ്വഭാവവും നമ്മെ അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് താഴ്ത്തിക്കളയുകയും ചെയ്യുമെന്നുള്ള വസ്തുത നമ്മളിവിടുന്ന് മനസ്സിലാക്കണം എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമും സാഹിര്യങ്ങളും അവരൊരുമിച്ച് കൂടിയപ്പോ ഫലമ്മാ ജാ സഹറത്തു, സാഹിര്യങ്ങൾ വന്നപ്പോൾ ഖാല ലഹും മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, അൽഖൂ, നിങ്ങൾ ഇടുക, മാ അൻതും മുൽഖൂൻ, നിങ്ങൾ എന്താണ് ഇടുന്നതെങ്കിൽ അത്. അഥവാ അവരുടെ കയ്യിലുള്ള വടിയും കയറും ഒക്കെ നിലത്തിടുമ്പോൾ അത് പാമ്പായി മാറുന്ന അത്ഭുതമാണ് അവർ കാണിക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മാ അൽഖൗ, അവരവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ നിലത്തിട്ടപ്പോൾ ഖാല മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മാജിഅ്തും ബിഹി സിഹർ, നിങ്ങളീ കൊണ്ടുവന്നത് ജാലവിദ്യയാകുന്നു. ഇത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതല്ല, തൽക്കാലത്തൊരു ചെപ്പടി വിദ്യയാണിത്. എന്നാൽ ഇന്നല്ലാഹ സയുബ്തിലുഹു, നിശ്ചയം അല്ലാഹു തആല ഇതിനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരായ ആളുകളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നാക്കുകയില്ല. അഥവാ അതുകൊണ്ട് എല്ലാ കാലത്തും പിടിച്ചു നിൽക്കാമെന്നോ അതുകൊണ്ട് വിജയിച്ചു പോകാമെന്നോ, സത്യത്തിന് നേരെ അത്തരമൊരു പ്രവർത്തനവുമായി കടന്നു വന്നിട്ട് അതുകൊണ്ട് നേരെ ചൊവ്വെ വിജയിച്ചു പോകാമെന്നോ നിങ്ങൾ ധരിക്കേണ്ടതില്ല എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയത് കാണാം. ഈ ആയത്ത് ഫലമ്മാ അൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ എന്ന് പറയുന്ന ആയത്ത് പാത്രത്തിൽ വെള്ളത്തിൽ ഊതിയിട്ട് അത് സിഹർ ബാധിച്ച ആളുടെ തലയിലൊഴിച്ചാൽ അദ്ദേഹത്തിന് ആ സിഹറിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു മരുന്നാണിത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രവർത്തനം അല്ലാഹു തആല ബാത്തിലാക്കി കളയും, അതായത് ഇതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. വയുഹിഖുല്ലാഹുൽ ഹഖ്ഖ ബികലിമാതിഹി, അല്ലാഹു അവന്റെ വാക്യങ്ങൾ മുഖേന സത്യത്തെ അവൻ സ്ഥിരപ്പെടുത്തും. വലൗ കരിഹൽ മുജ്രിമൂൻ, ധിക്കാരികളായ ആളുകൾ അത് വെറുത്താലും ശരി. അപ്പൊ ഇവിടെ സത്യം പുലരാൻ പോവുകയാണ് എന്നർത്ഥം. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളികൾ അവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ നിലത്തിട്ടപ്പോൾ അത് പാമ്പുകളായി മൂസാ നബി അലൈഹി ഇസ്ലാമിന് നേരെ പണം വിടർത്തി ചീറിപ്പാഞ്ഞു വരുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നി. അവരുടെ ഗുഡ് പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത് എന്ന് എല്ലാവരും വിലയിരുത്തി. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കയ്യിലുള്ള വടി അങ്ങ് നിലത്തേക്കിട്ടപ്പോൾ ആ വടിയും ഇതേപോലെ പാമ്പായി മാറുകയും ഇവരുടെ പാമ്പുകളെല്ലാം പിടിച്ചു വിഴുങ്ങുകയും ചെയ്തു. ഇവരുടെ പാമ്പുകളെ പിടിച്ചു വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ ആ വസ്തുക്കളൊന്നും പിന്നെ കളത്തിലില്ല, അതിനെല്ലാം അപ്രത്യക്ഷമാക്കി. ഇവരുടേത് സത്യത്തിൽ വടിയും കയറുമായി തന്നെ അവിടെ കിടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് തൽക്കാലം ചില തോന്നലുണ്ടായി എന്നേ ഉള്ളൂ. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പാമ്പ് അത് ശരിക്കും പിടിച്ചു വിഴുങ്ങിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പെർഫോമൻസിൽ റിയാലിറ്റി ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു.
ആ സാഹചര്യങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു എന്ന് ഖുർആൻ മറ്റു സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരത്ഭുതം കാണിക്കുക എന്നത് ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമായി കാണേണ്ടതല്ല. അത്ഭുതം ചിലപ്പോ എന്തുകൊണ്ട് കാണിക്കാൻ പറ്റും? കറാമത്തുകൊണ്ടും മൊഴിതത്തുകൊണ്ടും കാണിക്കാൻ പറ്റും. അത്ഭുതം ഹറാം ബർഫുകൊണ്ടും കാണിക്കാൻ പറ്റും. അതാണ് ഈ സിഹിർ എന്ന് പറഞ്ഞത്. പക്ഷെ കറാമത്തും മൊഴിതത്തും സിഹിറുമായി ഏറ്റുമുട്ടുമ്പോൾ സിഹിർ തകർന്ന് തരിപ്പണമാകും. അതാണ് വസ്തുത. അതാണ് ഇവിടെയും സംഭവിച്ചത്. അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.